തൃശൂരിലെ തോൽവിയിൽ CPIM-നെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി. തൃശൂർ പൂരം കലക്കിയതാണ്. ഭരിക്കുന്ന പാർട്ടി വിചാരിക്കാതെ അത് സാധിക്കില്ല. ചില അന്തർധാരകളുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. അന്തർധാരയാണെന്ന് സംശയമില്ലല്ലോ. അതായത് ഒരു കമ്മീഷണർ വിചാരിച്ചാൽ ഒരു പൂരം കലക്കാൻ കഴിയില്ല. അത് കലക്കാൻ സർക്കാർ കൂട്ടുനിന്നു. ഒരു മന്ത്രി അതിന് മൂകസാക്ഷിയായിട്ട് രാജന് നിൽക്കേണ്ടി വന്നു. അന്ന് തന്നെ തിരക്കഥ പൂർത്തീകരിച്ചു. അതിനു പുറമെയാണ് 56,000 വോട്ടർമാരെ ചേർത്തപ്പോൾ അതിന് CPM-ന്റെ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നു. അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ അന്തർധാരയായി. അതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ BJP-ക്ക് ഒരു MP ഉണ്ടായി. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ BJP-യുടെ വിജയത്തിന് കാരണക്കാരായത് അത് ഭരിക്കുന്ന പാർട്ടി തന്നെയാണ്. പൂരം കലക്കണമെങ്കിൽ അതങ്ങനെ ആരെങ്കിലും വിചാരിച്ചാലൊന്നും നടക്കില്ല. ഭരിക്കുന്ന പാർട്ടി തന്നെ വിചാരിക്കണം. ചില അന്തർധാരകൾ ഉണ്ടായി, അതിൻ്റെ ഭാഗമായി തന്നെയാണ് അത് നടന്നതെന്നും വലിയ വിമർശനം തന്നെയാണ് കെ മുരളീധരൻ ഉന്നയിക്കുന്നത്. സ്മിത, ഈ CPM-നെ ലക്ഷ്യമിട്ടുകൊണ്ട് തൃശ്ശൂരിലെ തോൽവി സംബന്ധിച്ച വലിയ വിമർശനമാണ് ഈ കെ മുരളീധരൻ നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM-നെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടാണ്. അതായത് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാൻ CPM കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു കമ്മീഷണർ വിചാരിച്ചാൽ മാത്രം ഈ പൂരം അട്ടിമറിക്കാൻ സാധിക്കില്ല. അതിൽ CPM-ന്റെ തന്നെ ചില ഉദ്യോഗസ്ഥർ, അതായത് അവരോട് താല്പര്യമുള്ള ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു. അത് മാത്രമല്ല, സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ ഇതിനെ നിന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് അദ്ദേഹം പറഞ്ഞത്. ചില അന്തർധാരകൾ അതിൽ സജീവമായി, അത് അന്തർധാരകൾ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഈ CPM ജില്ലാ കമ്മിറ്റിയിലുള്ള വിമർശനവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ CPM-ന്റെ തോൽവി ജനങ്ങൾ നൽകിയ ഒരു വാണിംഗ് ആണ് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് BJP ജയിക്കാൻ ഏറ്റവും കൂടുതൽ കാരണമായത് ഈ CPM-ന്റെ ഇത്തരത്തിലുള്ള ഇതാണ് എന്ന് മാത്രമല്ല, കമ്മീഷണറെ ആ തരത്തിൽ ന്യായീകരിക്കുക കൂടി ചെയ്തതാണ്. അതായത് കമ്മീഷണർ മാത്രം വിചാരിച്ചത് കൊണ്ടല്ല ഈ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയ തരത്തിലുള്ള പരാമർശമാണ് പറയുന്നത്. മാത്രവുമല്ല, ഈ തിരുവനന്തപുരം മേയർക്കെതിരെയും കെ മുരളീധരൻ പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM ജില്ലാ കമ്മിറ്റിയിൽ മേയർക്കുണ്ടായ വിമർശനം അത് ആ തരത്തിൽ തന്നെ വയ്ക്കുന്നു. മാത്രമല്ല, ഈ BJP ജയിക്കുന്നതിൽ തിരുവനന്തപുരത്തും അതിന് സാധ്യതയുണ്ട്. അതിൽ മേയറിന്റെ ചെയ്തികൾ ഒരു കാര്യമാകുമെന്ന് കൂടി കെ മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി കൂടി കെ മുരളീധരന്റെ പരാമർശമുണ്ട്. പാലക്കാട് നല്ല സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞാൽ LDF-ന് 2ാം സ്ഥാനത്തെത്താം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഏതായാലും ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിൽ സംസ്ഥാനത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് വലിയ പങ്കുണ്ടെന്നുള്ള പരാമർശമാണ് കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത്. സ്മിത. ശരി, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.